ഗുഡ് മോർണിംഗ്. ഇന്ന് ഡെൻ്റൽ ചെക്കപ്പിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു പേഷ്യൻ്റ്, പുള്ളി പെടലി വേദനയും ചെവി വേദനയും ഒക്കെ ആയിട്ട് പല ഡോക്ടേഴ്സിനെ കണ്ടു, പല വിധത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തു, പല രീതിയിലുള്ള മരുന്നുകൾ കഴിച്ചു. വേദനയുടെ മരുന്ന് കഴിക്കും, വേദന കുറഞ്ഞു. പക്ഷേ പിന്നെയും പുള്ളിക്ക് ശക്തമായ കവിളിൻ്റെ ഇവിടെ വേദനയുണ്ട്, പെടലി വേദനയുണ്ട്, ചെവി വേദനയുണ്ട്. അപ്പോൾ ഏതോ ENT ഡോക്ടർ പറഞ്ഞു ഒന്ന് ഡെൻ്റൽ കൺസൾട്ടേഷന് പോകണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളുടെ അടുത്ത് വന്നു. പുള്ളിയുടെ എക്സ്റേ എടുത്ത് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ പേഷ്യൻ്റ് വിസ്റ്റം ടൂത്ത് ഒന്നും തന്നെ ഇറക്റ്റഡ് ആയിരുന്നില്ല. മാത്രമല്ല താഴത്തെ 2 പല്ല് ചെരിഞ്ഞുമാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അത് മുഴുവനായിട്ട് പുറത്തോട്ട് വന്നിട്ടുമില്ലായിരുന്നു. ആ ചെരിഞ്ഞ് വന്ന് കിടക്കുന്ന ഏരിയയിൽ ഫുഡ് കയറി അവിടെ ഇൻഫെക്ഷനായിട്ടായിരുന്നു ഈ വേദന വന്ന്. പക്ഷേ പുള്ളിക്ക് ആ കേസിലും പല്ലുവേദനയായിട്ട് അധികം അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു. കൂടുതലും ചെവി വേദനയും തോളത്ത് വേദനയും തലയുടെ സൈഡിനുള്ള വേദനയായിരുന്നു കൂടുതലായിട്ടും പുള്ളിക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ആ പേഷ്യൻ്റ് പറഞ്ഞിരുന്നത്. അവസാനം എക്സ്റേ എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ പുള്ളിയോട് ഈ വിസ്റ്റം ടൂത്ത്, നമുക്ക് പ്രത്യേകിച്ച് വിസ്റ്റം ടൂത്ത് എന്തെങ്കിലും യൂസ് ഉള്ള പല്ലല്ല, അതുകൊണ്ട് തന്നെ ആ പല്ല് എടുത്ത് കളയണം. സോ ഞങ്ങൾ മാക്സിലോഫേഷ്യൽ സർജനെ, നമ്മുടെ കൺസൾട്ടൻറ്റ് മാക്സിലോഫേഷ്യൽ സർജനെ കൊണ്ട് ആ പല്ല് റിമൂവ് ചെയ്തു. പുള്ളിയുടെ റൈറ്റും ലെഫ്റ്റും ടൂത്ത് റിമൂവ് ചെയ്തതിന് ശേഷം പുള്ളിയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം മാറി.